വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ലേൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നാച്ചുറൽ സയൻസിലെ കേട്ടറ്റിൽ നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. കുറേ മുന്നേ കാലങ്ങളിൽ വന്നതും ചില ജനറൽ PSCയിൽ ചോദിച്ചതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, അതിൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോട്ട്സ് ഉണ്ടായിരിക്കും. അതൊരു ബ്രീഫ് നമുക്കൊരു നോട്ടത്തിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് മിനിറ്റുകളിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കനാൽ സിസ്റ്റം ഓഫ് പൊരിഫറ ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത്. പൊരിഫറയിൽ കനാൽ സിസ്റ്റം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എന്തുമായിട്ട് കണക്റ്റ് അല്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫുഡ് ഗ്യാതറിങ്, റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച്, റിമൂവൽ ഓഫ് വേസ്റ്റ്, ലോക്കോമോഷൻ. ഇതിലേതാണ് അതിനുമായിട്ട് കണക്റ്റഡ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദ ഫ്ലജല്ല ഓഫ് കോയനോസൈറ്റ് ബീറ്റ്സ് ടു പ്രൊഡ്യൂസ് എ വാട്ടർ കറന്റ്. ഫ്ലജല്ല ഉള്ള കോയനോസൈറ്റ് ഇങ്ങനെ കിടന്ന് അടിക്കുന്ന സമയത്ത് ഒരു വാട്ടർ കറന്റ് ഉണ്ടാവുകയാണ്. വിച്ച് എൻറ്റേഴ്സ് ദ സ്പോഞ്ചോസീൽ ത്രൂ ഓസ്റ്റിയ. അത് ഓസ്റ്റിയയിലൂടെ സ്പോഞ്ചോസീലിലേക്ക് പ്രവേശിക്കുന്നു. It carries food particles and oxygen and sweeps away the metabolic waste through the osculum. ഓസ്കുലത്തിലൂടെ ആ മെറ്റബോളിക് വേസ്റ്റിനെ എല്ലാം പുറന്തള്ളുന്നതിനും വേണ്ടിയിട്ടും അത് സഹായിക്കുന്നു. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, ഫുഡ് ഗ്യാതറിങ്ങിനും റിമൂവൽ ഓഫ് വേസ്റ്റിനും എന്തിൻ്റെ പങ്കുണ്ട്? കനാൽ സിസ്റ്റത്തിൻ്റെ പങ്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. Therefore the canal system serves the function of food collection, respiration and excretion. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എന്തുണ്ട് എന്ന് മനസ്സിലായി നമുക്ക്. ആ ഒരു കനാൽ സിസ്റ്റത്തിന് പങ്കുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഫുഡ് ഗ്യാതറിങ്ങിന് പങ്കുണ്ട്, റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ചിന് പങ്കുണ്ട്, റിമൂവൽ ഓഫ് വേസ്റ്റ് ഓഫ് വാട്ടറിനും പങ്കുണ്ട്. ആ സമയത്ത് അപ്പം നമുക്ക് ഓപ്ഷൻ ഏതാണ് എടുക്കേണ്ടത്? യെസ്, ലോക്കോമോഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ലോക്കോമോഷൻ എന്തിന് പങ്കില്ല? കനാൽ സിസ്റ്റത്തിലെ പൊരിഫറയിലുള്ള ആ ഒരു സിസ്റ്റത്തിന് ഇതിന് കണക്ഷൻ ഇല്ലാത്തത് ലോക്കോമോഷന് വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡൈജഷൻ ഓഫ് ഫുഡ് in sponges is. Digestion of food in sponges is dash. നോക്കൂ, ഫസ്റ്റത്തെ ഓപ്ഷൻ ഇൻട്രാസെല്ലുലാർ ഇൻ കോയനോസൈറ്റ്, ഇൻട്രാസെല്ലുലാർ ഇൻ കോയനോസൈറ്റ് ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഇൻ പാരാഗാസ്ട്രിക് കാവിറ്റി. എക്സ്ട്രാ സെല്ലുലാർ ഒക്കേഴ്സ് ഇൻ സ്പോഞ്ചോസീൽ. വെറും ഇൻട്രാസെല്ലുലാർ എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പം നമുക്ക് നോക്കാം, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻ പൊരിഫറ ദ ഡൈജഷൻ ഈസ് ഇൻട്രാസെല്ലുലാർ. അപ്പം ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഫുഡ് ഈസ് ട്രാപ്ഡ് ബൈ ദ കോളാർ സെൽസ് ഓർ കോയനോസൈറ്റ്സ്. ഫുഡ് ട്രാപ്പ് ചെയ്യുന്ന എന്താണ്? കോയനോസൈറ്റ് അല്ലെങ്കിൽ കോളാർ സെൽ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് നമുക്ക് ഫുഡ് ഗ്യാതറിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ആൻഡ് ഈസ് ഡൈജസ്റ്റഡ് വിത്തിൻ ദ സെൽ. അതിൻ്റെ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഡൈജഷൻ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻട്രാസെല്ലുലാർ ഇൻ കോയനോസൈറ്റ്സ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഡൈജഷൻ ഓഫ് ഫുഡ് ഇൻ സ്പോഞ്ചസ് ഈസ് ഇൻട്രാസെല്ലുലാർ ഇൻ കോയനോസൈറ്റ്സ്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. The characteristics cell of sponges are. ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് സെല്ലിലെ സ്പോഞ്ചസിന്റെ ക്യാരക്ടറിസ്റ്റിക് സെല്ല് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. എ നെർവ് സെൽ, ബി കോയനോസൈറ്റ്സ്, സി അമീബോസൈറ്റ്സ്, ഡി ക്രോമോസൈറ്റ്. അപ്പൊ ഏതാണ് ഇതിൽ സ്പോഞ്ചസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സെല്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. കോയനോസൈറ്റ്സ് എന്താന്നുള്ളത് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈസ് എ ഫ്ലജെല്ലേറ്റഡ് സെൽ വിത്ത് എ കോളർ ഓഫ് പ്രോട്ടോപ്ലാസം അറ്റ് ദ ബേസ് ഓഫ് ദി ഫ്ലജെല്ല. നമ്പേഴ്സ് ഓഫ്
വിച്ച് ലൈൻസ് ദ ഇന്റേണൽ ചേംബർ ഓഫ് സ്പോഞ്ചസ്. അപ്പോൾ കോയിനോസൈറ്റ്സ് എന്താണെന്ന് മനസ്സിലായി. അതിന്റെ ഡയഗ്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒരു ഫ്ലജെല്ലുള്ള ഒരു ഡയഗ്രമാണ് കോയിനോസൈറ്റ്സിൻ്റെത്. അപ്പോൾ ആ ഡയഗ്രം ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ഇതിലുള്ള ഒരു ഓപ്ഷനാണ് അമീബോസൈറ്റ്സ്. അമീബോസൈറ്റ്സ് ഈസ് എ മൊബൈൽ സെൽ moving like an amoeba in the body of invertebrates including echinoderms, mollusks, tunicates and sponges. അപ്പോൾ ഇതിലെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയനോസൈറ്റ്സ് ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ നേരത്തെ പഠിച്ചു സ്പോഞ്ചസിന്റെ കനാൽ സിസ്റ്റത്തിലൊക്കെ കോയനോസൈറ്റ്സിന്റെ പേര് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ട്യൂബ് ഫീറ്റ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രക്ചർ ഓഫ് സ്റ്റാർഫിഷ്, ക്രേഫിഷ്, ജെല്ലിഫിഷ് ആൻഡ് കട്ടിൽ ഫിഷ്. ഇതിൽ ഏതിൻ്റെയാണ് ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്ന ഒരു ഓർഗൻ നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. ട്യൂബ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ പോഡിയ ഓർ വെരി സ്മോൾ ട്യൂബുലാർ പ്രൊജക്ഷൻ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം. സ്റ്റാർ ഫിഷിന്റെ ബോഡിയിലുള്ള ഒരു ട്യൂബ് ഫീറ്റിന്റെ ഡയഗ്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതിൻ്റെയാണ് ഏത് ഇതിൻ്റെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ളതെന്ന്. സ്റ്റാർ ഫിഷ് ഈസ് ദ റൈറ്റ് ആൻസർ. സ്റ്റാർ ഫിഷിന്റെയാണ് ഏത് ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. അപ്പോൾ ട്യൂബ് ഫീറ്റ് എന്നുള്ളത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെജോറിറ്റി കാണുന്നത് ഈ തരം ഇതിലാണ്. പോഡിയാസ് കാണുന്നത് എക്കിനോഡേർമസിലാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പൊ ട്യൂബ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ പോഡിയാണ്, ലോക്കോമോഷന് വേണ്ടിയിട്ട് പ്രൊജക്ഷൻസ് ആണെന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഇത് ഫീച്ചേഴ്സ് നോട്ട് പ്രസന്റ് ഇൻ ആർത്രോപോഡ്സ്. ആർത്രോപോഡിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാരാപോഡിയ, ജോയിന്റഡ് അപ്പൻഡേജസ്, കൈറ്റീനിയസ് എക്സോസ്കെൽട്ടൻ, മെറ്റാമെറിക് സെഗ്മെന്റേഷൻ. ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കാം. ജോയിന്റഡ് അപ്പൻഡേജസ്, കൈറ്റീനിയസ് എക്സോസ്കെൽട്ടൻ, മെറ്റാമെറിക് സെഗ്മെന്റേഷൻ ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആർത്രോപോഡ്സ്. ഇതെല്ലാം നമ്മൾ എന്താണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ആർത്രോപോഡ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. അപ്പൊ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? 3 ഓപ്ഷൻസും അതിന്റെ കറക്റ്റ് ആണ് നമുക്ക് മനസ്സിലായില്ലേ. ജോയിന്റഡ് അപ്പൻഡേജസ്, കൈറ്റീനിയസ് എക്സോസ്കെൽട്ടൻ, മെറ്റാമെറിക് സെഗ്മെന്റേഷൻ എല്ലാം ഏതാണ് ആർത്രോപോഡ്സിൽ ഇൻക്ലൂഡഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ ഏതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉള്ളതാണ്. അപ്പോൾ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. നോട്ട് പ്രസന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ട് പ്രസന്റ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഏത് തെരഞ്ഞെടുത്ത് പാരാപോഡിയ എന്നുള്ള ആ ഒരു ആൻസർ നമ്മൾ തെരഞ്ഞെടുത്തത്. പാരാപോഡിയ എന്ന് പറഞ്ഞാൽ പെയർഡ് മസ്കുലാർ ബ്രിസിൽ ബിയറിംഗ് അപ്പൻഡേജസ് ആണ്. അത് ലോക്കോമോഷനും സെൻസേഷനും റെസ്പിറേഷനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നീരീസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരാപോഡിയ എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട്. അത് പെയർഡ് അപ്പൻഡേജസ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ പോളിക്കേറ്റ് വേംസിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എക്സ്പെഷ്യലി ഇൻ മറൈൻ പോളിക്കീറ്റ്സിലാണ് പാരാപോഡിയ എന്നുള്ള സ്ട്രക്ചർ കാണപ്പെടുന്നത്. അപ്പം അതൊന്ന് ഓർത്ത് വെക്കണം. മറൈൻ പോളിക്കീറ്റ്സിൽ കാണുന്നതാണ്. ഒരു നീരീസ് ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. The canal system is the characteristic feature of dash. അതിനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല അല്ലെ. കനാൽ സിസ്റ്റം എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ തന്നെ മനസ്സിലായി. എക്കിനോഡേംസ്, സ്പോഞ്ചസ്, ഹെൽമിന്തസ്, സിലിൻഡ്രേറ്റ്സ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, സ്പോഞ്ചസ് ഈസ് ദ റൈറ്റ് ആൻസർ. സ്പോഞ്ചസ് ആണ് ഇത് കനാൽ സിസ്റ്റം കാണിക്കുന്ന ഒരു ഫീച്ചേഴ്സിൽ നമ്മൾ കനാൽ സിസ്റ്റം കാണിക്കുന്നത് സ്പോഞ്ചസിലാണ് നമുക്ക് മനസ്സിലായതാണ്. അടുത്തത് നോക്കൂ. സ്ലീപ്പിംഗ് സിക്നസ് ഈസ് കോസ്ഡ് ബൈ ഡാഷ്. സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അത് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് എന്നൊക്കെ പറയും. അതിന്റെ ഓപ്ഷൻസ് നോക്കൂ. ട്രിപ്പനോസോമ ഗാംബിയൻസ്, ട്രിപ്പനോസോമ റെങ്കേലി, ട്രിപ്പനോസോമ ബ്രൂസി, ട്രിപ്പനോസോമ ട്രൂസി എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റെസ്റ്റ്ലെസ് സ്ലീപ്പാണ് നമുക്ക് അതിൽ കിട്ടുക. ഒരു കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടില്ല. അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ട്രിപ്പനോസോമ
ഗ്രാമ്പിയൻസ് ആണ് ഏത് സ്ലീപ്പിംഗ് സിക്നസിന് കാരണമായിട്ടുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. Solenocytes are the main excretory structure in dash. Solenocytes അല്ലെങ്കിൽ flames. Solenocytes are the main excretory structure in dash. നമുക്ക് നോക്കാം. Echinoderms, Platyhelminthes, Annelids and mollusk. Flame cells എന്ന് പറഞ്ഞാൽ the excretory structures found in Platyhelminthes എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Flame cells അല്ലെങ്കിൽ solenocytes are the excretory structures found in Platyhelminthes. അപ്പോൾ ഏതാണ് നമ്മളുടെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. പ്ലാറ്റിഹെൽമിന്തസിലാണ് നമ്മൾ എന്ത് കാണുന്നത്? സോളനോസൈറ്റ്സ് എന്ന് പറയുന്ന എക്സ്ക്രീറ്ററി സ്ട്രക്ചർ കാണുന്നത് പ്ലാറ്റിഹെൽമിന്തസിലാണ്. അടുത്തത് നോക്കൂ. കാല അസാർ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ. കാല അസാർ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ബ്ലാക്ക് ഫീവർ എന്നുള്ള പേരിലൊക്കെ നമ്മൾ അതിനെ അറിയപ്പെടുന്നുണ്ട്. കാല അസാർ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ സാൻഡ് ഫ്ലൈ, ഫ്രൂട്ട് ഫ്ലൈ, ഡ്രാഗൺ ഫ്ലൈ, സ്ട്രീറ്റ് ഫ്ലൈ. ഏതിൻ്റെയാണ് കാല അസാർ എന്നുള്ള ഒരു രോഗം പരത്തുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാൻഡ് ഫ്ലൈ ഈസ് ദ റൈറ്റ് ആൻസർ. സാൻഡ് ഫ്ലൈ ആണ് കാല അസാർ എന്ന് പറയുന്ന ഒരു രോഗം പരത്തുന്നത്. ബ്ലാക്ക് ഫീവർ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് ഇതിന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The food poisoning is caused by. Food poisoning നമുക്കറിയാം ഭക്ഷണത്തിലൂടെ നമുക്ക് ഉണ്ടാകുന്ന പോയിസണിങ് ആണ് ഫുഡ് പോയിസണിങ് എന്ന് പറയുന്നത്. പനി, ഛർദി, ലൂസ് മോഷൻ ഇതെല്ലാം എന്താണ്? ഫുഡ് പോയിസണിങ് മൂലം ഉണ്ടാകുന്ന ഓരോ സിംറ്റംസ് ആണ്. അപ്പോൾ അതിൽ കുറേ ബാക്ടീരിയാസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം, ക്ലോസ്ട്രീഡിയം ടെറ്റനി, സാൽമോണല്ല ടൈഫി, ബാസിലസ് ആന്ത്രാസിസ്. ഇത്രയും ബാക്ടീരിയാസിന്റെ പേരും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ടെറ്റനസ് രോഗം പരത്തുന്ന ബാക്ടീരിയ ആണ്. സാൽമോണല്ല ടൈഫി എന്ന് പറയുന്നത് ടൈഫോയിഡ് എന്ന പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് സാൽമോണല്ല ടൈഫി. ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന ആന്ത്രാക്സ് ലൈഫ് സ്റ്റോക്സിൽ, അതായത് പശു പോലുള്ള മൃഗങ്ങളിൽ ആന്ത്രാക്സ് വരുത്തുന്നതിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ബാസിലസ് ആന്ത്രാസിസ് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം കോസ്ഡ് ഫുഡ് പോയ്സണിങ്. അതാണ് ഫുഡ് പോയ്സണിങ് നമുക്ക് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ നിക്കൽ. നിക്കൽ എന്ന് പറയുന്ന മെറ്റൽ ആണ്. Ni എന്നുള്ള പേരിൽ നമ്മൾ മാർക്ക് ചെയ്യും. നിക്കലിനെ ഒരു മെറ്റൽ ആണ്. അത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്തായ്, ഡെർമൈറ്റിസ്, ആസ്തമ, നൺ ഓഫ് ദ എബവ് എന്നുള്ളതാണ് ഓപ്ഷൻ. ഇത്തായ് എന്നുള്ള രോഗം നിങ്ങൾക്ക് അറിയാം. ഇത്തായ് എന്ന് പറയുന്ന ഒരു രോഗം ജപ്പാനീസിൽ ഉണ്ടായിരുന്ന ഒരു രോഗമാണ്. അതിന്റെ രോഗകാരി ഏതായിരുന്നു? കാഡ്മിയം എന്നുള്ള ലോഹമായിരുന്നു അതിന്റെ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. നിക്കൽ എന്ന് പറയുന്നതാണ്. അപ്പൊ അത് പരത്തുന്നത് അത് ഏത് ഡിസീസാണ് ഉണ്ടാക്കുന്നത്? ഡെർമൈറ്റീസ് എന്ന് പറയുന്നതാണ് ഉണ്ടാക്കുന്നത്. ഡെർമൈറ്റീസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിന് ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ചൊറിച്ചില് പോലുള്ള രോഗമാണ്. അപ്പൊ നിക്കൽ എങ്ങനെ ഫുഡിൽ എത്തുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ്. നിക്കൽ ഈസ് റിച്ച് ഇൻ നട്ട്സ്, ആൽമണ്ട്സ്, ചോക്ലേറ്റ്സ്, ഇതിലൊക്കെയാണ് നിക്കലിന്റെ എമൗണ്ട് കൂടുതലായിട്ടുള്ളത്. അപ്പൊ നിക്കൽ കൂടുതലാകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന രോഗമാണ് ഡെർമൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The vitamin that is not readily manufactured in body is dash. Most readily manufactured in our body is dash. ഏത് വൈറ്റമിൻ ആണ് നമുക്ക് പെട്ടെന്ന് മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ എന്നുള്ളതാണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ഇതാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റമിൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നമുക്ക് സൺഷൈനിൽ കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ്. അത് നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അതിന്റെ ആ ഒരു പെട്ടെന്നാണ് അതിന്റെ ഒരു ഇത് നമ്മളുടെ ബോഡിയിൽ കാണിക്കുന്നത്. വൈറ്റമിൻ ഡിനെ നമ്മൾ എന്തെല്ലാം അറിയപ്പെടുന്നുണ്ട്?
വൈറ്റമിൻ ഡി ഓൾസോ നോൺ ആസ് സൺഷൈൻ വൈറ്റമിൻ, ഹോർമോൺ വൈറ്റമിൻ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത്. ബോൺ സ്ട്രെങ്ത് നൽകാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. എന്ന് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ബ്രെയിൻ, കിഡ്നി, ലിവർ, ഇൻറ്റസ്റ്റൈൻ. എവിടെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്? ഒരു ചെറിയ ഗ്ലാൻഡ് ആണല്ലേ, ബ്രെയിനിനോട് ചേർന്നിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണപ്പെടുന്നത്. മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നതും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ഗ്ലാൻഡ്സിനെയും നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനുണ്ട്. അതുകൊണ്ടാണ് അതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മാസ്റ്റർ ഗ്ലാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആന്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയും എന്താണ് നമുക്ക് ഓരോ ഹോർമോൺസിനെ തരുന്നുണ്ട്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബ്രെയിൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മെൻഡൽസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ്. മെൻഡൽസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ് ആർ ബേസ്ഡ് ഓൺ asexual reproduction, sexual reproduction, both and none of the above എന്നാണ് കൊടുത്തിട്ടുള്ളത്. മെൻഡൽ ആരാണ്? യെസ്, ജെനറ്റിക്സ് അല്ലേ, ഫാദർ ഓഫ് ജെനറ്റിക്സ് ആണ് ആര്? മെൻഡൽ എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ആണ് മെൻഡൽ എന്നുള്ളത്. മെൻഡൽ എന്താണ്? ഫീമെയിൽ ഗാമീറ്റ്സിനും മെയിൽ ഗാമീറ്റ്സിനും യുണൈറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? അടുത്ത ജനറേഷനെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, ഗാമീറ്റ്സിനെ യുണൈറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി ആണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Among which light photosynthesis take place fast in? Darkness, red light, yellow light, white light. ഇതിൽ ഏതാണ് ലൈറ്റ് ആണ് ഫോട്ടോസിന്തസിസ് ഫാസ്റ്റ് ആക്കാൻ സഹായിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. വൈറ്റ് ലൈറ്റ് ആണ്. വൈറ്റ് ലൈറ്റിൽ എന്തുണ്ട്? വിബ്ജിയോർ എന്ന് പറയുന്ന 7 കളേഴ്സ് പ്രസന്റ് ആണ്. 7 കളേഴ്സ് ഏതിലാണ്? യെസ്, വൈറ്റ് ലൈറ്റിലുണ്ട് അല്ലെ. 7 കളേഴ്സ്, വിബ്ജിയോർ എന്ന് പറയുന്ന 7 കളേഴ്സും വൈറ്റ് ലൈറ്റിലാണ്. അപ്പൊ എന്താണ്? അതാണ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ഫോട്ടോസിന്തസിസിനെ ക്യാരി ഔട്ട് ചെയ്യാൻ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ലൈറ്റ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്തു നോക്കിയത്. അപ്പൊ അത് എല്ലാവരും അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു മുന്നോട്ട് പോവുക. താങ്ക് യു.